വീട്ടിലുണ്ടോ എന്തിനാ? ആ ഞങ്ങൾ അങ്ങോട്ട് വരാനായിരുന്നു ചാമ്പയ്ക്ക പറിക്കാൻ. ആ ശരി ശരി. മുങ്ങാനാണോ 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 മുങ്ങാനാണോന്ന് മുങ്ങാനാണോന്നാ മാമി. ശരി ശരി. എളുപ്പം വരുവാ. ഓക്കെ. ആരെയും തൊടിപ്പിക്കുക, നമ്മളെയും തൊടിപ്പിക്കാൻ നിർത്തിയേക്കുക. കുറച്ചേ പറിക്കാവോ അവിടെ പോയിട്ട്, ഒത്തിരി ഒന്നും പറിക്കരുത്. ഞാനൊരു 2 പറിക്കത്തുള്ളൂ. 2 പറിക്കാൻ പോവല്ലയോ? 2 പറിക്കരുത്. ഇല്ല. ഉറപ്പ്? നിനക്കൊക്കെ തിന്നാൻ വേണ്ടി നമ്മൾ ഇന്ന് ചാമ്പയ്ക്ക പറിക്കാൻ പോവാട്ടോ. എന്താ പണി വന്നേ? 2 ചാമ്പയ്ക്ക പറിക്കാനാ പറ്റുന്നമ്മേ. ഇച്ചിരിയെ പറിക്കാവേ. ആ കൂട് ഇങ്ങോട്ട് തരാം. ഒരു കൂടുതാ. കുറച്ച് പറിക്കാൻ എന്തിനാ കൂട്? 2 കൈ അങ്ങ് ആക്കിയാ പോരായോ? ഓ പിന്നെ 2 പറിക്കാൻ വന്നിട്ട് കൂട് എന്തിനാ അമ്മയ്ക്ക്? 2 കവറ് കുറച്ചേ പറിക്കാവുള്ളേ, ബാക്കിയോടെ വെച്ചേക്കണേ. എന്തോടുക്കാനാ മോളെ? പിള്ളേർക്ക് ഇച്ചിരി അച്ചാറിട്ട് കൊടുക്കാൻ വെച്ചിട്ടാ. അച്ചാറൊന്നും പിള്ളേർക്കൊന്നും കൊടുക്കരുത് കൂടുതല്. അച്ചാറിടാന് ഇത്രേ ഇവിടെ നിൽക്കുന്നു. ഇത്രേ അവർക്ക് അച്ചാറൊന്നും ഇടണ്ടായിരുന്നു. അവിടെ നിർത്തിയേക്കാന് കുറെ ആൾക്കാർ നടക്കുന്നു. ഞാൻ തീർക്കും, ഞാൻ കണ്ടോണം, എല്ലാം തീർക്കണം. അവർക്ക് അച്ചാറിടണം. ഇത്രയും ഇവിടെ താഴെ കിടന്ന് മൊയിൽ തിന്നുന്നു. അതിനൊന്നും ഒരു കുഴപ്പവും ഇല്ല. ഓ ശരി ശരി. അക്കയ്ക്ക് കൊടുത്താൽ അറിയാം, അക്കയ്ക്ക് മൊത്തം വേണം. അക്കയ്ക്ക് കുറച്ചൊന്നും പറ്റത്തില്ല. 2 വന്നതാ 2 പറിക്കാന്ന് പറഞ്ഞല്ലോ അമ്മ വന്നേ. മൊത്തം പറിക്കുവാണല്ലോ. പിന്നെ മൊത്തം പറിച്ചു. ഇതെല്ലാം താഴെ വീണാണ്ട് മൊയിൽ തിന്നുന്നു. അതിനൊന്നും ഒരു കുഴപ്പവും ഇല്ല ആർക്കും. ഇവരെയൊക്കെ എന്തിനാ വീട്ടിൽ? പിന്നെ ഇവരെയൊക്കെ വീട്ടിൽ കയറ്റി. എന്നെ മുമ്പേ വിളിച്ചോണ്ട് വന്നത് അവനാ മോളെ. 2 പറിക്കാൻ വന്നിട്ട് മൊത്തത്തിൽ ഇരുന്ന് പറിച്ചു തിന്നു. എന്നോട് പറഞ്ഞു പിന്നെ എന്തോ ബാമേ നമുക്ക് അവിടെ പോയി ചാമ്പയ്ക്ക പറിക്കാവുന്നു. ഞാൻ കരുതിയോ ഇങ്ങനെ മുച്ചോട് പറിക്കാൻ വേണ്ടി വന്നേന്ന്. ഓ എനിക്കൊന്നും വൈനൊന്നും. വൈനോ? ചാമ്പയ്ക്ക കൊണ്ടോ? ആകെ അറിയാൻ തീയല് വെക്കാണ്. ഇനി വൈന് മോളെ ചാമ്പയ്ക്ക കൊണ്ട് വൈൻ ഉണ്ടാക്കുവോ? അയ്യോ എനിക്കറിയത്തില്ല മോളെ. ചാമ്പയ്ക്ക കൊണ്ട് വൈൻ ഉണ്ടാക്കി. ചാമ്പയ്ക്ക കൊണ്ട് വൈൻ ഉണ്ടാക്കും. അമ്മയ്ക്ക് ആകെ അറിയാവുന്ന ചാമ്പയ്ക്ക കൊണ്ട് ഉപ്പിലിടാൻ മതി മോളെ. ജാക്കം മോളെ ഇത് മോളെ അച്ചാറിടത്തില്ലയോ? അച്ചാർ ഇടാൻ വേണ്ടിയല്ലേ കുറച്ച് നിർത്താൻ പറഞ്ഞ. അപ്പൊ അമ്മയ്ക്കല്ലേ ഇത് മൊത്തം വേണമെന്ന് പറഞ്ഞു. പിന്നെ അല്ല ഇടയ്ക്കൊന്ന് ചോദിക്കാം. ചുമ്മാതാന്നോന്ന് അറിയണ്ടേ, കള്ളം വാന്നോ പറഞ്ഞു. ഇത് മോനെ മണ്ടയ്ക്കാടാ എല്ലാം താഴെ നിക്കുന്ന ഒന്നും പൊട്ടാ. തൊടുമ്പോഴേ ഒത്തിരി പറിക്കുന്നുണ്ടല്ലോ. പിന്നെ പറിക്കുന്നു. ചൂട് കൊണ്ട് എല്ലാം പോവാ മോളെ. എല്ലാം പോവും പത്മാമ്മേ. വേണ്ട. പത്മാമ്മ അവിടെ നിന്ന് പറയുന്നത് കമ്പി എടുത്ത് മാറ്റി വെക്കാൻ, അല്ലെങ്കിൽ മൊത്തം പറിച്ചോണ്ട് പോകുന്നു. പിന്നെ പത്മാമ്മ അങ്ങനൊന്നും പറയത്തില്ല. നീയൊക്കെ പറയും. അതുണ്ട് പത്മാമ്മ കമ്പി എടുത്തോണ്ട് പോകുന്നു. എന്തൊരു തള്ളയാടാ അമ്മ പറിക്കാതിരിക്ക. അവിടുന്ന് കമ്പി എടുത്ത്. ഒരു മനുഷ്യരാടെ ഇവിടെ എന്തുമാത്രം കിടക്കുന്നു കണ്ടോ. ഞങ്ങള് പറിക്കൊന്നും ആണോ എന്തനെ? നിങ്ങളുടെ അമ്മ വേണ്ട ഒരു തോട്ടി പോലെ സാധനം ഇരുന്ന് അതങ്ങ് എടുത്തോണ്ട് പോകും. അത് ഇരുമ്പിനി അത് കൊണ്ട് കയറണമെന്ന് കരുതിയിട്ടായിരിക്കും. സമ്മതിച്ച് നമുക്ക് മതി. വീട്ടിലെങ്ങനെ എത്ര വർഷമായിട്ട് അമ്മ അറിയാം മാമി? 50 വർഷം കൊണ്ട്. 5 വർഷത്തെ പരിചയമാണ്, പക്ഷെ അവർക്ക് 50 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. ഓടാടുന്നു മോനെ. അപ്പുറത്ത് മതിലേലൊന്ന് കയറിയേ. ആ മതിലേൽ എന്ത് രസമുണ്ട് അവിടെ നിൽക്കുന്നു ചുമന്നത്. തിന്നട്ടെ അവിടോട്ട് പോവാ. മതിലേക്കാണ് ഫോണ. എന്ത് രസമുണ്ട് അവിടെ. മതില് നല്ല കിടിലം സാധനം. മോളെ അവിടെ ഒരു ചാമ്പ ഉണ്ടായി. അത് ഉണ്ടാവുന്നതിന് മുമ്പ് അമ്മ മൊത്തം തിന്നു. പൊട്ടല്ല. 5-8 എണ്ണം ഉണ്ടായി. 5-8 എണ്ണം ഉണ്ടായിരുന്നു. അതെല്ലാം അമ്മ തിന്നു. നിന്നോട് പറിക്കാൻ പറഞ്ഞു. നിന്നോട് മണ്ടയ്ക്ക് കയറി തിന്നാൻ ആര് പറഞ്ഞു? താഴെ വന്ന അമ്മ തിന്നും. താഴെ വന്ന അമ്മ തിന്നും. ഇങ്ങ് വരാ. നീറും കൂടെ ഉണ്ട്. കയ്യൊന്നും ഇട്ട് നോക്കിയാ. നീറിനെ കൊല്ല. വേണ്ടടാ വേണ്ട. എന്തുവാ അടുത്ത് നിൽക്കുന്നു. ഇതോ? ഉപ്പും മുളക് പൊടിയും ഒക്കെ കൂട്ടി തിന്നാ മതി മോനെ. വേണ്ട മോനെ. അതിന്റെ ചെവിട്ടി നിൽക്കുന്നുണ്ട്. അതേണ്ട വേണ്ട മോനെ. വേണ്ടടാ ഉണ്ണിക്കുട്ടാ. 2 എണ്ണവും വേണ്ട. ഈ 1 എണ്ണം തൊടുമ്പോഴേ വീഴുവാ. ഇങ്ങോട്ട് മോനെ. വേണ്ട മോനെ. വേണ്ടടാ. അയ്യോ
എവിടെങ്കിലും ഗർഭിണിമാര് വല്ലതും ഉണ്ടെങ്കിൽ കൊണ്ട് കൊടുക്കുക. വേണ്ടടാ മോനെ. കണ്ടാവാ മതി. എന്താ മോളെ അങ്ങനെ പോന്നേ? പഴുത്തല്ല, പച്ച പോരുന്നുണ്ട്. അതുകൊണ്ട് മോന്റെ പുറയിലോട്ട് നോക്കിക്കേ. ഓ ഇത് കൊള്ളാടാ. ആ മോനെ എനിക്കൊരെണ്ണം എന്താടാ തല. അയ്യോ ദൈവം കേട്ടടാ. അത് കണ്ടോ സൂപ്പർ. മോൻ പുറകോട്ട് തിരിഞ്ഞു നോക്കിക്കേ. കുരുവില്ല, അതുകൊണ്ട് സമാധാനമുണ്ട്. അത് ചേർത്ത് അതാണ്ട് അതിന്റെ മേലില്ല. ഇവിടെ ഉണ്ണിച്ചാണ് തലയുടെ മുകളിൽ തന്നെ നിൽക്കുന്നത്. അതല്ല ഇച്ചിരി ഇങ്ങോട്ട് മാറി. വേണ്ട മോനെ, അത് ഉണ്ട് അതിന്റെ മണ്ടയ്ക്ക് ഉള്ളില ഇത് അതല്ല, അതിന്റെ അപ്പുറത്ത് വലിയ ഒരെണ്ണം നിൽക്കുന്നു കണ്ടോ. മോൻ പിടിച്ചത് നല്ല ചുമന്ന അതല്ല. ആ അതിന്റെ അടി അതിന്റെ അപ്പുറത്ത് ഉണ്ണിക്കൂട്ടം കാണുന്നില്ല. അതിന്റെ അപ്പുറത്തെ കമ്പടാ അവിടോ. വേണ്ട ആ കമ്പ് മോൻ പിടിച്ചേ. വേണ്ട നോക്ക് ഇവിടെ ഇല്ല. വേണ്ടേ മോൻ പിടിച്ചതിന്റെ തൊട്ടപ്പുറത്ത്. ഓ മേളില്ല. പൊട്ടനാണ് ചെറുക്കനാ. ശ്രീകുട്ട വേണ്ടടാ മോൻ ഇപ്പൊ പിടിച്ചില്ലേ അതുകൊണ്ടത്. ഇത് അതിന്റെ തൊട്ടപ്പുറത്ത് നോക്കി. തൊട്ടപ്പുറം ഇപ്പുറം ഇതോ. ഓ ഇത് അത് കാണാൻ പറ്റത്തില്ല എനിക്ക്. ഇതാണോ അമ്മയ്ക്ക് വേണ്ടത്? ഇതാണോ? അയ്യോ സാമർത്ഥ്യം അല്ലയോ അത്. പിന്നെ മുയലും അമ്മയും കൂടെ വർക്കാ. ആരാ ഏറ്റവും കൂടുതൽ തിന്നുന്നത്? നീൻ തിന്നല്ലോ, പിന്നെന്തോ. മതി വാ, കളയണ്ട. ഈ മതി വാന്ന് പറഞ്ഞിട്ട് ഇരുന്നങ്ങ് പെറുക്കുവാണല്ലോ. മതി വാന്ന് പറഞ്ഞിട്ട് ഇരുന്നങ്ങ് പെറുക്കുവാണല്ലോ എല്ലാം. ഇതൊരു അനുഗ്രഹമാണല്ലോ നമ്മളെ ഇതുങ്ങൾക്ക്. ഇതെന്നും വന്ന് തിന്നുവോ മോളെ ഇങ്ങനെ? പക്ഷെ അരിയില്ല, അങ്ങനെ ഒരു സമാധാനം ഉണ്ടില്ലേ മോളെ? വരയ്ക്കാൻ വന്ന് എന്തോ സാധനത്തിന്റെ പേര് ഊഞ്ഞാലെ കേറി മലന്നടിച്ചു വീണ്. സത്യം വീണ് കേട്ടോ. രാക്ക് ഇങ്ങോട്ട് വന്നപ്പോഴേ പക്ഷെ ആ വീഡിയോ കിട്ടിയില്ലല്ലോടാ. എന്റെ ആയിരുന്നു ഫോണാ. ഓ നീ പോടെ ഇറക്കാം. എന്റെ കയ്യും വേദന എടുക്കുന്നു. ഇത് കണ്ടോ മോനെ? വീണിട്ടും ചാമ്പയ്ക്ക കളഞ്ഞില്ല കയ്യിൽ നിന്ന്. വീണിട്ടും ആ മാങ്ങ കയ്യിൽ നിന്ന് കളഞ്ഞില്ലെന്ന് പറയാനുള്ള അമ്മ 2 കരണം പറഞ്ഞ് താഴെ വീണിട്ടും വേണ്ടടാ. തോണ്ടടാ മോനെ. ഹായ് ഉണ്ടോ അതിനകത്ത്? അയ്യോ ഉണ്ടടാ കുഞ്ഞുങ്ങള്. കുഞ്ഞെ അതുകൊണ്ട് ഇറങ്ങി വരുന്നത്. വേണ്ട വരുന്നു. അതുകൊണ്ട് ഇനിയും ഉണ്ട് മോനെ അതിന്റെ അടിയില. ചന്ദന എന്നേരം ഇത്രയും തുറന്നിട്ടുണ്ടെന്ന് അറിഞ്ഞില്ലയോ? വേണ്ടി തുറന്നു. അറിയത്തില്ല, നമ്മളെ അറിയത്തില്ല. അതാ മാറുന്നുണ്ടോ? തള്ളയാടാ ഇത് കേട്ടോ മോനെ. കഷ്ടം. അമ്മയെ കണ്ട് ഭയന്നിട്ട് എല്ലാരും വന്നിരിക്കും. അതുകൊണ്ട് ഒന്നിന്റെ പുറകെ ഒന്നൊന്നായിട്ട്. മുയലിന് ശരിക്കും സ്നേഹമുണ്ടോ? ഉണ്ട്. നോട് ആണോ മോനെ? മാറ്. നിങ്ങളെ ഒന്നും ചെയ്യാൻ വന്നല്ലോ കേട്ടോ മുയലേ. ഞങ്ങൾ അടുത്ത 2 ആഴ്ചക്കുള്ളിൽ VSMൽ ഒന്ന് വരുന്നതായിരിക്കും. ഒന്ന് വീണിട്ടുണ്ട്, പണിയായിട്ടുണ്ട്, ഉറപ്പാണ്. അടുത്ത 2 ആഴ്ചക്കുള്ളിൽ VSMലേക്ക് ഒരു ട്രിപ്പ് ഉള്ളതായിരിക്കുന്നതാണ് മോനെ. അതിന്റെ അടിയിൽ തുറന്നു വെച്ചതാണ് ഇവര് തന്നെ. അയ്യോ അതൊന്ന് വലുതാണോ മോളെ തൊപ്പനം? എന്റെ ഇവര് തുറന്നതാണോ ഇത്? കണ്ടോ മോനെ? അത് തുറന്നിട്ട് അതിനകത്ത് പ്രസവിക്കും അല്ലേ?